ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിനിവെ ധ്യാനത്തിൻ്റെ സമാപന ദിവസത്തിലേക്ക്, 3-ാം നാളിലേക്ക് നമ്മൾ എത്തുകയാണ്. വളരെ എളിമയോടെ ലളിതമായി നമ്മൾ ചെയ്ത ഒരു ശുശ്രൂഷ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണ്? അനുതാപമാണ്. പാപബോധം, പാപപരിഹാരം. അതാണ് നിനിവയിൽ സംഭവിച്ചത്. പാപബോധം, പാപപരിഹാരം. അപ്പം നമ്മൾ ആ പാപപരിഹാരത്തിൻ്റെ ഉദാത്ത മാർഗമായി കണ്ടെത്തി പരിശുദ്ധ കുർബാന. എന്നിട്ട് ആ പരിശുദ്ധ കുർബാനയുടെ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ 3 ദിവസത്തെ ധ്യാനം നടത്തി ഇന്ന് അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ഈ സമാപന ദിവസം ചിന്തിക്കുന്നത്, ഇന്നലെ ചോദിച്ചു ബാക്കി വെച്ച ഒന്നുണ്ടായിരുന്നു. സമയക്കുറവ് കൊണ്ട് ഇന്നലെ നമുക്ക് പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റാതെ പോയൊരു ചോദ്യം, പെൻഡിങ് കിടക്കുന്നൊരു ചോദ്യം. അതാണ് ആദ്യം ചിന്തിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിശുദ്ധ കുർബാന പാപപരിഹാരത്തിൻ്റെ ബലിയാണെന്ന് പറഞ്ഞിട്ടും ഇത് അർപ്പിച്ചിട്ട് വ്യത്യാസമൊന്നും കാണുന്നില്ലല്ലോ. അർപ്പിക്കുന്ന ഞങ്ങൾക്കോ, ഞങ്ങളുടെ കൂടെ വന്ന് അർപ്പിക്കുന്നവരുടെ ജീവിതത്തിലോ പ്രത്യേകിച്ചൊരു മാനസാന്തരമോ മാറ്റമോ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ വിശുദ്ധ കുർബാന എങ്ങനെ പാപപരിഹാരത്തിൻ്റെ ബലിയാകും? ഒരു എക്സ്പ്ലനേഷന് അവകാശമുണ്ട് ആ ചോദ്യത്തിന്. രണ്ടാമത്തത്, വിശുദ്ധ കുർബാന ദൈവക്രോധത്തെ ഒഴിവാക്കുന്നു എന്ന ചിന്തയാണ്. വിശുദ്ധ കുർബാന ദൈവക്രോധത്തെ ഒഴിവാക്കുന്നു. അപ്പോൾ ഉടനെ നമുക്ക് വരുന്ന സംശയം, ദൈവക്രോധം ഉണ്ടോ? ദൈവകോപം അതുള്ളതാണോ? ഉള്ളതാണ്, ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ ഞാൻ ഈ പറയുന്ന വാക്ക് അടിച്ചു നോക്കണം. റാത്ത് ഓഫ് ഗാഡ്, WRATH, റാത്ത്. ഇന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കരുണ ഒത്തിരി പറഞ്ഞേ ദൈവകരുണയെക്കുറിച്ച് ഒത്തിരി പറയുന്നുണ്ട്, ദൈവക്രോധത്തെക്കുറിച്ച് ഒട്ടും പറയുന്നില്ല. പക്ഷെ പരമ്പരാഗതമായിട്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു, ദൈവകോപം വിളിച്ചു വരുത്തരുത്, ദൈവകോപം വരുത്തി വെക്കരുത്. അപ്പോൾ ഒരു ദൈവഭയം ഉണ്ടായിരുന്നു വീടുകളിലൊക്കെ, ഒരു ദൈവഭയം ഉണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയോ ആ ഭയം, ദൈവക്രോധം അതൊക്കെ പോയി. അത്തരം ചിന്തകളൊക്കെ പോയിട്ട് ദൈവകരുണയിലാണ് മെയിൻ നിൽക്കുന്നത്. ദൈവകരുണയുണ്ട്, അത് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ കരുണയുള്ള ദൈവം അവൻ നീതിമാനായ ദൈവം കൂടിയാണെന്ന് മറക്കരുത്. കർത്താവിൻ്റെ നീതിയെ മറന്നിട്ട് കരുണയിൽ മാത്രം അഭിരമിച്ചിരിക്കരുത്. അത് അപകടമാണ്. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, അവൻ ക്രോധം കാണിക്കും. എന്താ ക്രോധം? അനുദപിക്കാത്ത പാപം ക്രോധമാണ് ദൈവത്തിൻ്റെത്. അപ്പോൾ ദൈവക്രോധത്തെ ഒഴിവാക്കാൻ പരിശുദ്ധ കുർബാന നമ്മളെ സഹായിക്കുന്നു. കാരണം ദൈവക്രോധത്തിൻ്റെ കാരണം എന്താ? നമ്മുടെ പാപം. അപ്പോൾ ദൈവക്രോധത്തെ ഒഴിവാക്കാൻ പരിശുദ്ധ കുർബാന സഹായിക്കുമ്പോൾ പരിശുദ്ധ കുർബാന എന്താകുന്നു? പാപപരിഹാരത്തിൻ്റെ ബലിയാകുന്നു. അങ്ങനെ അതിനെ മനസ്സിലാക്കണം. മൂന്നാമത്തത് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞായിരുന്നു, അവസാന ദിവസമായിരിക്കും നമ്മൾ കൂടുതൽ ബൈബിള് പറയാൻ പോകുന്നതെന്ന്. മൂന്നാമത്തെ ചിന്ത ഒരു സുന്ദരമായ ഹൃദ്യമായ രഹസ്യമാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളത്, ബിബ്ലിക്കലായിട്ട്. അതവിടെ ഇരിക്കട്ടെ. അതാണ് നമ്മുടെ ടെയിലൻറ്റ്. ഇന്ന് നമ്മളിതിനെ ക്ലൈമാക്സ് അവിടെ ആയിരിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുകയും ചെയ്യുക. തുടങ്ങാം നമുക്ക്. ഒന്നാമത്തത്, വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് മെച്ചം കാണുന്നില്ലല്ലോ. ഭൗതിക മെച്ചം പോട്ടെ, ആത്മീയ മെച്ചവും കാണുന്നില്ലല്ലോ. ഇന്നാണെങ്കിലും മെച്ചം നോക്കുന്നത്, അത് അധികം കാത്തിരിക്കാനും വയ്യ. ഇൻസ്റ്റൻറ്റ് സ്പിരിച്വാലിറ്റിയുടെ കാലമാണിത്. ഇൻസ്റ്റൻറ്റ് കോഫി എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ഫാസ്റ്റ് ഫുഡിൻ്റെ കാലമല്ലേ, എല്ലാം ഇടിപെടിയെന്നല്ലേ, പെട്ടെന്ന് വേണ്ടേ. അതുകൊണ്ട് എന്ത് പറ്റി? നമ്മുടെ പ്രാർത്ഥനാ സംസ്കാരത്തിൽ പോലും ഈ ഇൻസ്റ്റൻറ്റ് കൾച്ചർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് 1 വട്ടം പോയി 2 വട്ടം പോയി ഉത്തരം കിട്ടുന്നില്ല, നമ്മൾ പതുക്കെ റെസ്റ്റ്ലെസ് ആകുന്നു. നമ്മൾ ഇതിൻ്റെ ഉത്തരം കിട്ടാത്തേ. അപ്പോൾ ആരോ ഉപദേശിക്കുന്നു കാതോരത്ത്, അതേ ഇവിടെ വലിയ പവർ ഇല്ല കേട്ടോ, മറ്റിടത്താണ് ഇപ്പം മറ്റിടത്താണ് മാർക്കറ്റ്, അവിടെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഉടനെ വണ്ടി എടുക്കുന്നു, ഓടുന്നു. എന്താ കാര്യം? അവിടെ ചെന്നിട്ട് ചോദിക്കുന്നത് എന്താ? എത്ര നാൾ കൊണ്ട് കിട്ടും? അതാദ്യം പറ. അപ്പോൾ പറയും 9 ആഴ്ച, അല്ലെങ്കിൽ ഇവിടുത്തെ കണക്കനുസരിച്ച് 6 ആഴ്ച, ഒരു കണക്കൊക്കെ പറയും. അപ്പോൾ ആ കണക്കല്ല പിന്നെ പിടുത്തം. ഇതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടും എന്താണ് ഉടനടി റെസ്പോൺസ് കിട്ടാത്തത്? എന്താണ് ഉടനടി പ്രതികരണം കിട്ടാത്തത്? വ്യത്യാസം കാണാത്തത്? ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും, ഈശോ തമ്പുരാൻ കാൽവരിയിൽ പരമോന്നതമായ ബലിയർപ്പണം നടത്തിയിട്ട് ആ നിമിഷം
ആര് നന്നായി? ആ നിമിഷം ആരിൽ മാറ്റമുണ്ടായി? ഒരാളൊഴിച്ച് ബാക്കി ആരിലും ഒരു മാറ്റം വന്നില്ലല്ലോ. ശതാധിപൻ മാത്രമല്ലേ, ആ കൂട്ടത്തിൽ പാപികളായി എണ്ണപ്പെടുന്നവരുടെ ഗണത്തിൽ ശതാധിപൻ മാത്രമല്ലേ മാറത്തടിച്ച് നിലവിളിച്ച് പറഞ്ഞത് അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു? ബാക്കി ആരിലും ആ കുർബാന, കാൽവരിയിലെ കുർബാന, ബാക്കി ആരിലും ഒരു മാറ്റവും വരുത്തിയില്ലല്ലോ. അത് കണ്ടു നിന്നവരിൽ ആരിലും ഒരു മാറ്റവും വരുത്തിയില്ലല്ലോ. ഉടനടി മാറ്റം വരുമെന്ന് വിചാരിക്കരുത്. ദൈവത്തിന് ഉചിതമായ സമയത്ത്, ദൈവത്തിന് ഉചിതമായ സമയത്ത് നീ അർപ്പിച്ച കുർബാനയുടെ വ്യത്യാസം നീ ജീവിതത്തിൽ കാണും. വിശ്വസിക്ക്. ദൈവത്തിന് ഉചിതമായ യുക്തമായ സമയത്ത് നീ അർപ്പിച്ച കുർബാനകളുടെ വ്യത്യാസം നീ നിന്റെ ജീവിതത്തിൽ കാണും. ഈശോ അർപ്പിച്ച കുർബാന, കാൽവരിയിലെ കുർബാന, അത് കഴിഞ്ഞിട്ട് പിന്നെയും 40 ആണ്ട് ഒരു വ്യത്യാസവും ഇല്ലല്ലോ. ശിഷ്യന്മാർക്ക് പോലും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പിന്നെയും 10 ദിവസം ഒരു വ്യത്യാസം ഇല്ലല്ലോ. പിന്നെ എപ്പോഴാണ് വ്യത്യാസം കണ്ടത്? പെന്തക്കുസ്തായിൽ. പെന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് പത്രോസ് പ്രസംഗിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് പേര് ഉടനടി മാനസാന്തരപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി അതിനെ റീഇൻറ്റർപ്രറ്റ് ചെയ്യണമെന്നറിയാമോ? ആ മാനസാന്തരം പത്രോസിന്റെ മെച്ചം കൊണ്ടല്ല. 53 ദിവസങ്ങൾക്ക് മുമ്പ്, 53 ദിവസങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയുടെ മെച്ചം ഇവിടെ കാണുകയായിരുന്നു. നമ്മൾ അങ്ങനെ മനസ്സിലാക്കിക്കേ. ഇന്ന് നമ്മൾ അർപ്പിക്കുന്ന കുർബാനയുടെ റിസൾട്ട് ഇന്ന് തന്നെ കാണണമെന്നല്ല പറയേണ്ടത്. കർത്താവേ, ഉചിതമായ സമയത്ത് അതിൻ്റെ ഫലം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആത്മാവിൽ നീ നിക്ഷേപിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ ചിന്ത, പരിശുദ്ധ കുർബാന ദൈവക്രോധത്തെ ഒഴിവാക്കുന്നു. പരിശുദ്ധ കുർബാന ദൈവക്രോധത്തെ ഒഴിവാക്കുന്നു. ഞാനൊരു വാക്യം പറയട്ടെ. ഇതാദ്യം വായിക്കുമ്പോൾ വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പോകുന്നൊരു വാക്യമാണ്. പക്ഷേ അതിനെ നമ്മൾ വിശുദ്ധ കുർബാനയോട് ചേർത്ത് ധ്യാനിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അറിയാൻ പറ്റും. സുഭാഷിതങ്ങളുടെ പുസ്തകം 21 അധ്യായം 14 വാക്യം. സുഭാഷിതങ്ങൾ 21:14 ഇങ്ങനെയാണത്: രഹസ്യമായി ചെയ്യുന്ന ദാനം കോപത്തെയും മടിയിൽ തിരികെ കൊടുക്കുന്ന കൈക്കൂലി കടുത്ത രോഷത്തെയും ഒഴിവാക്കുന്നു. കേൾക്കുമ്പോൾ ഭയങ്കര ഇതെന്താ ഇങ്ങനെയൊക്കെ ബൈബിളിൽ ഉണ്ടായിരുന്നോ? ഇപ്പോഴാണല്ലോ അറിയുന്നത്. രഹസ്യമായി ചെയ്യുന്ന ദാനം കോപത്തെയും മടിയിൽ തിരികെ കൊടുക്കുന്ന കൈക്കൂലി കടുത്ത രോഷത്തെയും ഒഴിവാക്കുന്നു. ഇത് വിശുദ്ധ കുർബാനയായിട്ട് ചിന്തിച്ച് നോക്കിക്കേ. ദൈവകോപം ഇങ്ങനെ നിൽക്കുക, നമുക്കെതിരെ ദൈവകോപം നിൽക്കുകയാണ്. അപ്പം രഹസ്യമായി നമ്മളൊരു കാര്യം എടുത്ത് മുമ്പോട്ട് വെക്കുക. മടിയിൽ തിരികെ കൊടുക്കുന്ന കൈക്കൂലി പോലെ പ്രീതിപ്പെടുത്താൻ, ഇന്നലെ നമ്മൾ ഉപയോഗിച്ച വാക്കല്ലേ, പ്രീതിപ്പെടുത്താൻ ഒന്നിനെ മുമ്പോട്ട് വെക്കുകയാണ്. അതെന്താണത്? പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന രഹസ്യമായി ചെയ്യുന്ന ദാനവും മടിയിൽ തിരികെ കൊടുക്കുന്ന കൈക്കൂലിയും കോപത്തെ ഒഴിവാക്കുന്നു എന്ന് പറയുന്നത് പോലെ, സുഭാഷിതം 21:14 കാണുന്നത് പോലെ, ദൈവക്രോധത്തെ തടയാൻ, ദൈവകോപത്തെ മറച്ചു പിടിക്കാൻ നമ്മൾ തിരുമുമ്പാകെ വെക്കുന്നതാണ് പരിശുദ്ധ കുർബാന. ഇതിനെക്കുറിച്ച് വിശുദ്ധ ബനവന്തൂരെ പറയുന്ന ഒരു സുന്ദരമായ ഒരു വിഷ്വലൈസേഷൻ ഉണ്ട്. നിങ്ങളതിനെ അങ്ങനെ തന്നെ ദൃശ്യവൽക്കരിക്കണം, അങ്ങനെ തന്നെ കണ്ടു നോക്കണം. ഈ ബനവന്തൂരെ പറയുന്നത്, പുരോഹിതൻ തിരുശരീരം ഉയർത്തുമ്പോൾ, എല്ലാ ലിറ്റർജിയിലും ഉണ്ടല്ലോ, എല്ലാ ലിറ്റർജിയിലും ഉണ്ട്, മലബാറിലും മലങ്കരയിലും ലത്തീനിലും ഒക്കെ ഉണ്ട്. പുരോഹിതൻ തിരുശരീരം ഉയർത്തുമ്പോൾ പുരോഹിതനും ദൈവജനവും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ തിരുക്കുമാരനെ നോക്കണമേ. പിതാവിനോട് പറയുക, പിതാവേ തിരുക്കുമാരനെ നോക്കി നിന്റെ കോപത്തെ നീ അടക്കണമേ. ഞങ്ങൾ പാപം ചെയ്തതിനാൽ നിനക്ക് വന്ന ക്രോധത്തെ തിരുക്കുമാരനെ നോക്കി നീ അടക്കണമേ. അങ്ങയുടെ മിശിഹായുടെ മുഖത്തേക്ക് അങ്ങ് നോക്കണമേ. അങ്ങയുടെ മിശിഹായുടെ മുഖത്തേക്ക് നീ നോക്കണമേ. ആരെക്കുറിച്ച്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നുവെന്ന് അങ്ങ് പറഞ്ഞുവോ? അങ്ങയുടെ മിശിഹായിലേക്ക് നോക്കണമേ. അങ്ങയുടെ മിശിഹായിലേക്ക് നോക്കി ഞങ്ങളുടെ മേൽ കരുണയാകണമേ. അങ്ങനെ ചിന്തിച്ച് നോക്കുകയെ, ഈ വൈദികൻ തിരുശരീരം ഉയർത്തി പിതാവിൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കും. നമ്മുടെ വിചാരം നമ്മളെ കാണിക്കാൻ ഉയർത്തുന്നല്ലേ. ഈ ബനവന്തൂരെ ഈ വിശുദ്ധന് പറയുന്നൊരു ചിത്രം ഇതാണ്:
തിരുശരീരം ഉയർത്തി പിതാവിൻ്റെ മുമ്പിൽ കാണിക്കുകയാണ്. പിതാവിൻ്റെ മുമ്പിൽ കാണിച്ചിട്ട് ആ തിരുശരീരത്തിൻ്റെ മറവിൽ നമ്മൾ നിൽക്കുകയാണ്. ആ തിരുശരീരത്തിൻ്റെ മറവിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പം നമ്മളെ പിതാവ് നോക്കുമ്പോൾ പിതാവ് എന്താ കാണുന്നത്? പിതാവ് കാണുന്നത് പുത്രൻ്റെ ശരീരം. എന്നിട്ട് നമ്മൾ യാചിക്കുകയാണ്, പിതാവേ, തിരുക്കുമാരനിലേക്ക്, നിന്റെ മിശിഹായിലേക്ക്, നിന്റെ പ്രിയപുത്രനിലേക്ക്, നീ സംപ്രീതനായ, നീ പ്രിയപുത്രനെന്ന് ഏറ്റുപറഞ്ഞ ഈ തിരുക്കുമാരനിലേക്ക്, കുർബാനയിലേക്ക് നോക്കണമേ. ദൈവക്രോധത്തെ അകറ്റുന്നു, കോപത്തെ, കരുണയെ മാറ്റി നമുക്ക് പ്രത്യാശ സമ്മാനിക്കുന്നുണ്ട്. കോപത്തെ മാറ്റി കരുണയും പ്രത്യാശയും നൽകുന്നുണ്ട് ഈ വിശുദ്ധ കുർബാന. അതുകൊണ്ട് ഈ ചിന്ത ഓരോ കുർബാനയിൽ വരുമ്പോഴും, ഇനി നിങ്ങൾ ആ ദിവ്യകാരുണ്യം ഉയർത്തുമ്പോൾ ഇങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്തേ. ദിവ്യകാരുണ്യം ഉയർത്തുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ സാറ്റ് കളിക്കുന്നത് പോലെ ചില മരത്തിൻ്റെ പുറകിൽ വന്ന് നമ്മൾ പാത്ത് നിൽക്കത്തില്ലേ? അതുപോലെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മറവിൽ നമുക്ക് നിൽക്കണം. ദിവ്യകാരുണ്യത്തിൻ്റെ മറവിൽ നമുക്ക് നിൽക്കണം. എൻ്റെ പിതാവിനോട് പറയണം, പിതാവേ, തിരുക്കുമാരനെ നോക്കണമേ. ഞങ്ങളെ നോക്കിയാൽ തീർന്നു ഞങ്ങൾ. നിൻ്റെ പുത്രനെ നോക്കണേ. പുത്രനോടുള്ള സ്നേഹത്താൽ ഞങ്ങളുടെ മേൽ കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. 2 ചിന്തകൾ. ഒന്നാമത്തത്, വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടും അതിൻ്റെ മെച്ചമൊന്നും കൺമുമ്പിൽ കാണുന്നില്ലല്ലോ. അതിൻ്റെ ഉത്തരം, നീ അർപ്പിക്കുന്ന ഒരു കുർബാനയും, ഇന്നലെ നമ്മൾ അതിനൊരു കാരണം പറഞ്ഞായിരുന്നു, ഓർക്കുന്നില്ലേ? പാപബോധമില്ലാതെ, അനുതാപമില്ലാതെ കുർബാന അർപ്പിക്കുന്നവന് വല്ല മെച്ചം ഉണ്ടാവുമോ? അതിൻ്റെ ഉത്തരം പറഞ്ഞപ്പോൾ ഒരു ലോജിക്ക് സ്റ്റേറ്റ് ചെയ്തായിരുന്നു. ആ ലോജിക്ക് പ്രധാനപ്പെട്ടതാ. നീ അർപ്പിക്കുന്ന ഓരോ കുർബാനയ്ക്കും നിത്യതയിൽ നിനക്കോരോ സമ്മാനം പിതാവ് ഒരുക്കി വെക്കുന്നുണ്ട് എന്നോർത്തേക്കണം. നിത്യതയിൽ. അപ്പോൾ നീ അർപ്പിക്കുന്ന കുർബാനയുടെ ഗുണം നീ കാണാതെ പോകില്ല. ഉചിതമായ സമയത്ത് അതിൻ്റെ അനുഗ്രഹം കാണും. 2ാമത്തെ ചിന്ത, പരിശുദ്ധ കുർബാന ദൈവക്രോധത്തെ ഒഴിവാക്കുന്നു. 3ാമത്തത്, ഇന്നത്തെ നമ്മുടെ സമാപന ചിന്ത. ഞാൻ പറഞ്ഞു, വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമായി നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ പോകുന്ന ഒരു ചിന്ത ഇതാണ്. ഈ സെൻറ്റൻസ് ഇങ്ങനെ തന്നെ അങ്ങ് മനസ്സിൽ പതിക്കണേ. പാപക്കറകളെ നീക്കിക്കളയുന്ന ഉറവയും പ്രവാഹവുമാണ് പരിശുദ്ധ കുർബാന. പാപക്കറകളെ നീക്കിക്കളയുന്ന ഉറവയും പ്രവാഹവുമാണ്. ഉറവ പൊട്ടുന്നതും അവിടുന്ന്, പ്രവാഹം ഒഴുകുന്നതും അവിടുന്ന്. പാപക്കറകളെ നീക്കിക്കളയുന്ന ഉറവയും പ്രവാഹവുമാണ് പരിശുദ്ധ കുർബാന. അതിനെക്കുറിച്ച് സഭാപിതാവായ ജോൺ ഡമീഷീൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിർമ്മലവും രക്തരഹിതവുമായ പരിശുദ്ധ കുർബാന എല്ലാ മുറിവുകളും സുഖപ്പെടുത്തുന്നതിനും എല്ലാ കറകളും ശുദ്ധീകരിക്കുന്നതിനും വേണ്ടിയുള്ള ഉറവയാണ്. നിർമ്മലവും പരിശുദ്ധവുമായ വിശുദ്ധ കുർബാന എല്ലാ മുറിവുകളും സുഖപ്പെടുത്തുന്നതിനും എല്ലാ കറകളും ശുദ്ധീകരിക്കുന്നതിനും വേണ്ടിയുള്ള ഉറവയാണ്. ഉറവ എന്നുള്ള കൺസെപ്റ്റ്, ഈ അരുവി, ഈ ജലപ്രവാഹം, അത് ബൈബിളിൽ ആകമാനമുണ്ട്. പരിശുദ്ധ കുർബാനയെ അങ്ങനെ ഉറവ പൊട്ടി ഒഴുകുന്നൊരു കാഴ്ചയായിട്ട് കാണണം. കർത്താവ് തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ, കരുണയുടെ ഉറവ പൊട്ടുകയാണ് ഓരോ പരിശുദ്ധ കുർബാനയിലും എന്ന് മനസ്സിലാക്കി കുർബാനയിൽ പങ്കെടുക്കണമേ. ഇതിനെക്കുറിച്ച് ദൈവം തമ്പുരാൻ നേരത്തെ പറഞ്ഞൊരുക്കിയിട്ടുണ്ട്. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം എടുക്കാം. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 25-ാം വാക്യം. എസക്കിയേൽ 36:25 ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. വിശുദ്ധ കുർബാന പാപപൊറുതിയുടെ ഉറവയാണ്. വിശുദ്ധ കുർബാന പാപപൊറുതിയുടെ ഉറവയാണ്. ഇതേ കാര്യം തന്നെയല്ലേ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കുത്തി തുറക്കപ്പെട്ട തിരുവിലാവ്, യോഹന്നാൻ 19:34 നമ്മൾ കാണുന്നു. പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് അവിടുത്തെ തിരുവിലാവിൽ കുത്തി, ഉടനെ അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകി ഒരു പ്രവാഹം കുത്തി തുറക്കപ്പെടുകയാണ്. ഈ പ്രവാഹമാകട്ടെ നിലയ്ക്കാത്ത പ്രവാഹമാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 4:14 പറയുന്നുണ്ടല്ലോ: എൻ്റെ അടുത്ത് വരുന്നവർക്ക് നിത്യജീവന്റെ ഉറവയിൽ നിന്ന് നിങ്ങൾ പാനം ചെയ്യും. നിലയ്ക്കാത്ത പ്രവാഹമാണ്. സക്കറിയായുടെ പുസ്തകം 13:1 എടുക്കാം. സക്കറിയ പുസ്തകം 13:1.
പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. ദാവീദിൻ്റെ ഭവനത്തെ, ജെറുസലേമിലെ നിവാസികളെ കഴുകി വിശുദ്ധീകരിക്കാനായി ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. ആ ഉറവയാണ് കർത്താവ് തമ്പുരാൻ. ആ ഉറവയാണ് കർത്താവിൻ്റെ തിരുവിലാവ് എന്നോർക്കണേ. ഇനിയുമുണ്ട്. എസെക്കിയേൽ 47 നമ്മൾ കാണുന്നുണ്ട്, ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൽ നിന്ന് പുറത്തേക്ക് ഒരു അരുവി ഒഴുകുന്നു. ദൈവത്തിൻ്റെ ദൂതൻ പ്രവാചകനോട് പറയുന്നു, കാല് നനയ്ക്ക്. കാൽപാദം നനച്ചു, പോരാ, മുന്നോട്ട് നടക്ക്, 1000 മുഴ മുട്ടുവരെ നനച്ചു. ബലിപീഠത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ അരുവി. ഇനി പറ, ഈശോയുടെ കുർബാന അർപ്പണത്തിൽ അവൻ്റെ ബലിപീഠം എന്തായിരുന്നു? തിരുക്കുരിശ്, സ്ലീവാമരം. ആ ബലിപീഠത്തിൽ നിന്ന് ഒരു അരുവി ഒഴുകുന്നു പുറത്തേക്ക്. ആ അരുവി, ഈ അനുഗ്രഹത്തിൻ്റെ പ്രവാഹം, ആ അനുഗ്രഹ പ്രവാഹത്തിൽ നമ്മളെ തന്നെ കഴുകി വെടിപ്പാക്കുമ്പോഴാണ് പാപമോചനത്തിൻ്റെ പരിഹാര ബലിയുടെ അനുഭവം നമുക്ക് കിട്ടുന്നതെന്ന് ഓർക്കണേ. ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളെ ധ്യാനിച്ചു വന്നിട്ട് ഇനി നാളെ നിങ്ങൾ കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ചിന്ത ഞാൻ പറയട്ടെ. ഓരോ പരിശുദ്ധ കുർബാനയിലും കർത്താവിൻ്റെ തിരുനെഞ്ച് നമുക്കായി പുതുതായി കുത്തി തുറക്കപ്പെടുകയാണ്. ഓരോ പരിശുദ്ധ കുർബാനയിലും കർത്താവിൻ്റെ തിരുനെഞ്ച്, അവൻ്റെ തിരുവിലാവ് നമുക്ക് വേണ്ടി പുതുതായി കുത്തി തുറക്കപ്പെടുകയും അവിടെ നിൽക്കുന്നവരുടെ മേൽ ആ കരുണയുടെ പ്രവാഹം, പാപപരിഹാരത്തിൻ്റെ കൃപ ഒഴുകി ഇറങ്ങുകയും ചെയ്യുന്ന അനുഭവമുണ്ടെന്ന് ഓർക്കണേ. അപ്പോൾ നമ്മൾ ഈ കുർബാനയിൽ നിൽക്കുമ്പോൾ, കുർബാന അർപ്പിക്കുമ്പോൾ, കുർബാന അനുഭവിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, പണ്ട് കുഞ്ഞാടിൻ്റെ രക്തം ഹിസോപ്പിൻ്റെ തണ്ടിൽ മുക്കിയെടുത്ത് തളിച്ചിട്ട് ഈ ശിക്ഷാവിധിയുടെ ദൂതനിൽ നിന്ന് ഒരു ജനം തങ്ങളെ തന്നെ സംരക്ഷിച്ചതുപോലെ പാപത്തിൻ്റെ ക്രോധത്തിൽ നിന്ന്, തിന്മയുടെ ശിക്ഷയിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ കുഞ്ഞാടിൻ്റെ രക്തത്താലെ തളിക്കപ്പെടുന്ന അനുഭവമാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നടക്കുന്നത്. അത്രമേൽ ഗൗരവത്തോടെ പരിശുദ്ധ കുർബാനയെ ഉറവ പൊട്ടി ഒഴുകുകയാണ്. ഓരോ കുർബാനയിലും ആ ഉറവ വീണ്ടും കുത്തി തുറക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കാസയിലേക്ക് രക്തവും ജലവും കലർത്തുമ്പോൾ, വീഞ്ഞും ജലവും കലർത്തുമ്പോൾ നമുക്കറിയാം, ഈ വിശുദ്ധ കുർബാനയ്ക്ക് അപ്പവും വീഞ്ഞും എന്ന് പറയില്ല, അപ്പവും കാസയും. കാരണം എന്താ? കാസ എപ്പോഴും കലർത്തപ്പെട്ടതാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നത് അപ്പവും വീഞ്ഞും എന്നുള്ളതിനേക്കാൾ ഉപരി അപ്പവും കലർത്തപ്പെട്ട വീഞ്ഞുമാണ്. അതുകൊണ്ടാണ് കലർത്തപ്പെട്ട വീഞ്ഞെന്ന് പറയാതെ കാസ എന്ന് പറയുന്നത്. കാസയ്ക്കകത്ത് വീഞ്ഞ് മാത്രമല്ല, ജലമുണ്ട്. എവിടെ നിന്നാണ് ഈ വീഞ്ഞും ജലവും വന്നത്? അത് കർത്താവിൻ്റെ നെഞ്ചിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തവും ജലവുമാണ്. ഓരോ കുർബാനയിലും നമ്മൾ അനുഭവിക്കുകയാണ്. ഈ കുർബാനയിൽ നിന്ന് കൃപ സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ തീരുമാനം, നമ്മുടെ ഡിസ്പോസിഷൻ. അതാണ് യേശയ്യായുടെ പുസ്തകം. എടുക്കാം, യേശയ്യായുടെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം. യേശയ്യ 12:3 നമ്മൾ കാണുന്ന കാഴ്ച അതാണ്. രക്ഷയുടെ കിണറ്റിൽ നിന്ന് പാനം ചെയ്യാൻ കർത്താവ് ക്ഷണിക്കുന്നുണ്ട്. ഇവിടെ ഒരു കുർബാനയിൽ നിനക്കായി ഒരു കിണറ് കുത്തി തുറന്നിരിക്കുകയാണ്. അവൻ്റെ നെഞ്ചിൽ ഒരു ഉറവ പൊട്ടി, ആ ഉറവ ഒരു കിണറായി നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. യേശയ്യ 12:3. യേശയ്യ 12:3, രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. യേശയ്യ 55:1. യേശയ്യ 55:1 നമ്മൾ വായിക്കുന്നത്, ദാഹാർത്തരേ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ദാഹാർത്തരേ, പാപദാഹത്താൽ വലയുന്നവരെ, രക്ഷയുടെ ജലാശയത്തിൽ നിന്ന്, രക്ഷയുടെ കിണറ്റിൽ നിന്ന്, വറ്റാത്ത ഉറവയിൽ നിന്ന് നിത്യജീവൻ്റെ പാനീയം, രക്ഷയുടെ പാനീയം വാങ്ങിക്കഴിക്ക്, വാങ്ങിക്കുടിക്കുന്ന കർത്താവിൻ്റെ ആഹ്വാനമാണ്. ഇതാണ് ബൈബിളിലെ ഒടുവിലത്തെ സൂചനയും. അതാണ് രസം. വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, ബൈബിളിൽ അവസാന ഭാഗമെത്തിയേ. ഇനി ഉപസംഹാരം കൂടിയേ ഉള്ളൂ. അതായത് ഇനി വൈൻഡിങ് അപ്പേ ഉള്ളൂ. 18-ാം വാക്യം തൊട്ട് 21-ാം വാക്യം വരെ പുസ്തകത്തെ വൈൻഡപ്പ് ചെയ്യുകയാണ്, ഉപസംഹാരമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും ലാസ്റ്റ് വേഴ്സ് ഏതാണ്? 17-ാം വാക്യം. വെളിപാട് 22:17 ഇങ്ങനെയാണ്, ആത്മാവും മണവാട്ടിയും പറയുന്നു,
ആരാണ് ഈ ആത്മാവും മണവാട്ടിയും? കർത്താവ് തമ്പുരാനും അവൻ്റെ മണവാട്ടിയായ സഭയും കൂടെ നമ്മളെ ക്ഷണിക്കുകയാണ്. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക. കേൾക്കുന്നവൻ പറയട്ടെ, വരിക. ദാഹിക്കുന്നവൻ വരട്ടെ. ആഗ്രഹമുള്ളവൻ ജീവൻ്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. വരിക, വന്ന് ജീവൻ്റെ ജലം സൗജന്യമായി സ്വീകരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഓരോ കുർബാനയിലും ആ ഉറവ വീണ്ടും കുത്തി തുറക്കപ്പെടുന്നു. രക്ഷയുടെ കിണർ നമുക്ക് വേണ്ടി തുറന്നു വയ്ക്കപ്പെട്ടിരിക്കുന്നു. വരിക, ഈ രക്ഷയുടെ ഉറവിടത്തിൽ നിന്ന്, വിശുദ്ധ കുർബാനയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക. അങ്ങനെ നമ്മുടെ പാപങ്ങൾക്കായുള്ള പരിഹാരത്തിൻ്റെ ബലി തിരുമുമ്പാകെ എളിമയോടെ ഓരോ കുർബാനയിലും അർപ്പിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷ സമാപിപ്പിക്കുകയാണ്. ഇവിടം കൊണ്ട് ഈ 3 ദിവസത്തെ നിനിവേ ധ്യാനം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കുർബാനയെക്കുറിച്ച് പറഞ്ഞാലും തീരില്ല. കുർബാനയെക്കുറിച്ച് ഞാൻ ഈ വിഷയം എടുക്കാൻ കാര്യം, എനിക്ക് ആദ്യം ഉണ്ടായ ചിന്ത, നിനിവേ ധ്യാനത്തിന് ശാലോം എന്നോടൊരു 3 ദിവസത്തെ ശുശ്രൂഷ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് യോനായുടെ പുസ്തകം എടുത്ത് പഠിക്കാം. യോനായുടെ പുസ്തകത്തിൽ എപ്രകാരമാണ് നിനിവേ നിവാസികൾ അനുദപിച്ചത്, അവരുടെ ശൈലി, യോനായുടെ പ്രസംഗത്തിൻ്റെ ശൈലി, അതൊക്കെ പറയാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ പ്രസംഗം നിങ്ങൾക്കായിട്ട് പറയുന്നതിൻ്റെ തലേ രാത്രിയിലാണ് ഈ ചിന്ത വന്നത്. എല്ലാം മാറ്റിക്കേ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറ. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് അറിയേണ്ടത് ആവശ്യമുണ്ട്. നിർഭാഗ്യവശാൽ, ഞാൻ ഈ സങ്കടം കൂടെ പറഞ്ഞോട്ടെ, നിർഭാഗ്യവശാൽ വിശുദ്ധ കുർബാനയെന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഓടുന്നത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പുറകെയാണ്. എന്തൊരു കഷ്ടമാണത്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഉടനെ പറയുന്നത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ കഥയാണ്. ഉടനെ ഓടുന്നത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പുറകെയാണ്. എന്തൊരു കഷ്ടമാണത്. എവിടെങ്കിലും ഒരു സ്ഥലത്ത് തിരുവോസ്തിയിൽ ചോര പൊടിഞ്ഞു, തിരുവോസ്തി മാംസമായി മാറി എന്ന് കേട്ടപാട് എന്തിനായി ഓടുന്നത്? നിനക്കറിഞ്ഞുകൂടി അത് കർത്താവിൻ്റെ ശരീരവും രക്തവുമാണെന്ന്, പിന്നെ എന്തിനാ ഓടുന്നത്? ഇന്നലെയും കൂടെ കുർബാന അർപ്പിച്ച് നിനക്ക് അറിയില്ലേ അത് കർത്താവിൻ്റെ ശരീരവും രക്തവുമാണെന്ന്? അപ്പോൾ ഇന്നലെ വരെ അർപ്പിച്ച കുർബാനയിൽ ആ വിശ്വാസം ഇല്ലായിരുന്നോ? ശരിക്കും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ വിശ്വാസമില്ലാത്തവർക്ക് വേണ്ടി കർത്താവ് തരുന്നതാ. ഇതെങ്കിലും കണ്ട് മനസ്സിലാക്കടാവൂവേ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന നമുക്ക് ഇത് കർത്താവിൻ്റെ ശരീരവും രക്തവുമാണെന്നറിയാൻ നമ്മൾ ആ നിലവാരത്തിൽ നിന്നാ പോരാ. പ്രിയമുള്ളവരെ, അല്പം കൂടെ മുകളിലേക്ക് വന്നേ. പിന്നെ മറ്റൊന്ന്, ഏറ്റവും പരമമായ ആരാധന, ഈശോയോട് ചേർന്ന് പിതാവിൻ്റെ മുമ്പാകെ സഭ ഒരുമിച്ച് സമർപ്പിക്കുന്ന പരമോന്നത ആരാധനയായ പരിശുദ്ധ കുർബാനയെ നിസാരവൽക്കരിച്ചിട്ട് ഇത്തിരി പോന്ന ഭക്താഭ്യാസങ്ങളുടെ പുറകെ നമ്മളിങ്ങനെ പരക്കം പാഞ്ഞ് ഇതെവിടെ ചെന്ന് അവസാനിക്കും? കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണേ. കുർബാനയെ കോംപ്രമൈസ് ചെയ്തിട്ട് പരിശുദ്ധ കുർബാനയുടെ മുകളിൽ മറ്റൊന്നിനെ പ്രതിഷ്ഠിക്കരുതേ. കുർബാന മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് ഒഴികഴിവെടുക്കരുത്. മനസ്സിലാക്കിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് കൂടുതൽ താല്പര്യത്തോടെ, ഇനിയും കുർബാനയെക്കുറിച്ച് നമുക്ക് കേൾക്കാനുണ്ട്, അറിയാനുണ്ട്. കൂടുതൽ താല്പര്യത്തോടെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ആദ്യ ദിവസങ്ങളിൽ കേട്ടതുപോലെ ഓരോ ദിവസവും അൾത്താരയിൽ അവൻ വീണ്ടും മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്യുന്ന പരിശുദ്ധ കുർബാന, പിതാവിൻ്റെ മുമ്പിൽ നമ്മൾ മറച്ചു പിടിക്കുന്ന ദിവ്യകാരുണ്യം, നമ്മുടെ മുഖം കാണാതെ ദിവ്യകാരുണ്യം കൊണ്ട് നമ്മളെ മറച്ചു പിടിക്കും നമ്മൾ കേട്ടില്ലേ? ആ ദിവ്യകാരുണ്യത്തെ, പരിശുദ്ധ കുർബാനയെ അറിഞ്ഞ് ആരാധിച്ച് അനുഭവിക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ വിചാരങ്ങളോടെ നമുക്ക് ഇന്ന് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാൻ, കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാൻ നാളെത്രയാ ഞാൻ ആശിപ്പൂ
ഈശോയേ എന്നെ നിൻ സ്നേഹമാ മാറ്റണേ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ എന്നെ നിൻ സ്നേഹമാ മാറ്റണേ. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. ഈശോയെ ദിവ്യകാരുണ്യമേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ഈ നിനിവേ ധ്യാനത്തിൻ്റെ 3 നോമ്പിൻ്റെ സമാപന ദിവസം തിരുമുമ്പാകെ ആരാധനയോടെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഇന്ന് ഈ സമാപന ദിവസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഞങ്ങൾ ചിന്തിച്ചത് കുർബാന അർപ്പിച്ചിട്ടും പാപപരിഹാരത്തിൻ്റെ ബലിയായ കുർബാന അർപ്പിച്ചിട്ടും പിന്നെന്താ വ്യത്യാസങ്ങൾ കാണാത്ത ഇന്ന് അർപ്പിച്ച കുർബാനയുടെ ഗുണം ഇന്ന് കാണുന്നില്ലല്ലോ. ഈശോ അതിൻ്റെ ഉത്തരം ഞങ്ങൾ അറിയുകയായിരുന്നു. കാൽവരിയിൽ പരമോന്നതമായ കുർബാന നീ കുരിശിൽ അർപ്പിച്ചപ്പോഴും അതിൻ്റെ മാനസാന്തരം നടന്നത് ഒരേ ഒരാളിൽ, ശതാധിപനിൽ മാത്രമാണല്ലോ. പക്ഷെ അതിൻ്റെ മെച്ചം പിന്നീട് 53 നാള് കഴിഞ്ഞിട്ട് പെന്തക്കുസ്തായിൽ കണ്ടല്ലോ. ആയിരങ്ങൾ മാനസാന്തരപ്പെട്ടത്. ഈശോയെ ഞങ്ങൾക്ക് ഈ കാലത്തെ ആത്മീയ സംസ്കാരത്തിൽ ഈ കാത്തിരിപ്പിൻ്റെ മനസ്സ് നഷ്ടപ്പെട്ടു പോകുന്നു. ഈശോ പെട്ടെന്ന് ഞങ്ങൾ നിരാശരായി പോകുന്നു. കർത്താവേ, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ, അപ്രതീക്ഷിതമായ ചില സങ്കടങ്ങൾ ഞങ്ങളെ തേടി വരുമ്പോൾ, ജീവിതത്തിൻ്റെ ക്രമമൊന്ന് തെറ്റിപ്പോകുമ്പോൾ ഞങ്ങൾ വല്ലാണ്ട് ആകുലപ്പെട്ടു പോകുന്നു. എൻ്റെ ഈശോയെ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. നീ ഇടപെടുന്ന ദിവസത്തിനായി ഉചിതമായ സമയത്ത് നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന്, അർപ്പിച്ച കുർബാനയുടെ ഗുണങ്ങൾ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന്, നിന്റെ തിരുഹിതം പോലെ ഒരു സമയത്ത് വെളിപ്പെടുമെന്ന് വിശ്വസിച്ച് എളിമയോടെ തിരുമുമ്പാകെ നോക്കി ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഈശോ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. ആ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ ഞാൻ സ്വപ്നം കാണുന്ന, പ്രത്യാശയോടെ നോക്കി പാർത്തിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. കർത്താവേ, നിന്നിൽ അലിഞ്ഞ് ഞാൻ നീയായി തീരുന്ന ദിവസം, എന്നിൽ അലിഞ്ഞ് ഞാൻ നീയായി മാറുന്നൊരു ദിവസം. കർത്താവേ, ആ ദിവസത്തിന് വേണ്ടി ഞാനും ആ കുർബാനയുടെ ഭാഗമാകുന്ന ദിവസത്തിന് വേണ്ടി, മുറിക്കപ്പെടുന്ന അപ്പത്തിൻ്റെയും ഉയർത്തപ്പെടുന്ന കാസയുടെയും ഭാഗമായി എൻ്റെ ജീവിതവും മാറുന്ന ദിവസത്തിനു വേണ്ടി ഈശോ ഞാൻ കാത്തിരിക്കുന്നു. കുർബാന സ്വീകരിക്കുന്നവർ കുർബാനയായി മാറുന്ന കാലം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ തിരുഹിതം പോലെ സംജാതമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവജനമേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ നോക്കി, ഈശോ നിന്നെ കാത്തിരിക്കാം ഞാൻ. നിരാശപ്പെട്ടു പോകാതെ, മടുത്തു പോകാതെ, തള്ളിപ്പറയാതെ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ
നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. ഈശോയെ, പരിശുദ്ധ കുർബാന ദൈവക്രോധത്തെ തടഞ്ഞു നിർത്തുമെന്ന് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. ഈശോ, നിന്റെ ശരീരം കരങ്ങളിലെടുത്ത് പുരോഹിതൻ ഉയർത്തുമ്പോൾ പിതാവിനോട് ഞങ്ങൾ യാചിക്കുന്നത് അത് തന്നെയാണല്ലോ. പിതാവേ, തിരുക്കുമാരനെ നോക്കണമേ, നിന്റെ മിശിഹായെ നീ നോക്കണമേ. ഇവനെൻ്റെ പ്രിയപുത്രനെന്ന് നീ ലോകത്തോട് വിളിച്ചു പറഞ്ഞു നിന്റെ പുത്രനെ നീ നോക്കണമേ. ആ പുത്രൻ്റെ പിന്നിൽ ഞങ്ങൾ മറഞ്ഞിരിക്കട്ടെ. ആ തിരുശരീരത്തിൻ്റെ, ആ തിരുരക്തത്തിൻ്റെ പിന്നിൽ ഞങ്ങൾ മറഞ്ഞിരിക്കട്ടെ. കർത്താവേ, വിശുദ്ധ കുർബാന ദൈവക്രോധത്തെ തടഞ്ഞു നിർത്തുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. ഈശോയെ, കാൽവരിയിൽ നീ അർപ്പിച്ച കുർബാന, അതിൻ്റെ തലേനാൾ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ നീ കൗദാശികമായി അർപ്പിച്ച പരിശുദ്ധ കുർബാന നിന്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ 3 ദിവസം ഈ ചെറിയ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഞങ്ങൾ അധിക തീക്ഷ്ണതയോടെ, അധിക സ്നേഹത്തോടെ ഇനിയൊരു ദിവസം, ഇനിയുള്ള നാളുകളിൽ കുർബാന അർപ്പിക്കുവാൻ ഇടവരട്ടെ. ഈശോയേ, കുരിശിൽ നിന്റെ സ്നേഹം ഞങ്ങൾ കാണുവാൻ, അതേ സ്നേഹം ഓരോ പ്രഭാതത്തിലും പരിശുദ്ധ ബലിപീഠത്തിങ്കൽ ഞങ്ങൾ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സർവ സൃഷ്ടികളും ചേർന്ന് നിന്നെ ആരാധിക്കട്ടെ. കർത്താവേ, ഈ പ്രപഞ്ചം മുഴുവൻ നിന്റെ കരവിരുദ്ധ ഘോഷിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. സർവ സൃഷ്ടജാലങ്ങളോട് ചേർന്ന് നിന്നെ ആരാധിക്കുവാൻ, നിന്റെ സ്നേഹത്തെ ഏറ്റുപറയുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ. ദൈവജനമേ, കുരിശിലേക്ക് നോക്കാം. നമുക്ക് കുരിശിലേക്ക് നോക്കുമ്പോൾ ആ കുരിശിൽ കുർബാന നമുക്ക് കാണാൻ പറ്റണം. കുർബാനയിലേക്ക് നോക്കുമ്പോൾ ആ കുർബാനയിൽ കുരിശ് നമുക്ക് കാണാൻ പറ്റണം. അതേ കുരിശും അതേ ബലിയുമാണ് ഓരോ ദിവസവും പരിശുദ്ധ ബലിപീഠത്തിങ്കൽ ആവർത്തിക്കപ്പെടുന്നതെന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ, കുർബാനയിൽ നിന്റെ സ്നേഹം ഞങ്ങൾ കാണുന്നു. കുർബാനയിൽ നിന്റെ സ്നേഹം ഞങ്ങൾ കാണുന്നു. പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ഈശോയെ, ചുറ്റുപാടും നിന്റെ സാന്നിധ്യം കാണുവാൻ, കേവലം ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്ന ഒരു ആത്മീയത ജീവിക്കാതെ സൃഷ്ടപ്രപഞ്ചത്തിൽ നിന്റെ സാന്നിധ്യം ഞങ്ങൾ കാണട്ടെ. അങ്ങനെ വരുമ്പോൾ എല്ലാറ്റിനോടും എല്ലാവരോടും ഞങ്ങൾക്കൊരു ബഹുമാനമുണ്ടാകുമല്ലോ. ആദരവോടെ ഞങ്ങളെല്ലാവരെയും എല്ലാത്തിനെയും സമീപിക്കുമല്ലോ. സൃഷ്ടപ്രപഞ്ചം നിന്റെ കരവിരുത് ഘോഷിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ നിനക്ക് മഹത്വം കരേറ്റുന്നു എന്ന് തിരിച്ചറിഞ്ഞ് സൃഷ്ടികളോട് ചേർന്ന് കർത്താവേ, നിന്റെ സ്നേഹത്തെ ഞങ്ങൾ ഏറ്റുപറയട്ടെ.
സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിയിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിയിടും സൃഷ്ടാവേ. ഈശോയേ, പാടുപീഡകൾ നീ ഏറ്റ് നിന്റെ ശരീരം നീ ഞങ്ങൾക്കായി തകർത്തപ്പോ ഞങ്ങൾ നിന്റെ സ്നേഹം തന്നെയാണ് കർത്താവെ കണ്ടത്. പടയാളികൾ നിന്റെ പുറത്ത് ചാട്ടവാറ് കൊണ്ട് പ്രഹരമേൽപ്പിച്ചപ്പോ, മുൾക്കിരീടം നിന്റെ ശിരസിൽ അവർ വെച്ചപ്പോ, സ്ലീവാമരവും ചുമന്നുകൊണ്ടും നീ കാൽവരി മല കയറിയപ്പോ, നിന്റെ കൈത്തണ്ടയിലേക്ക് ഇരുമ്പാണി അടിച്ചു കയറ്റിയപ്പോ, 3 ആണികളിൽ നിന്നെ കുരിശിൽ തൂക്കിയിട്ടപ്പോ, ഒടുക്കം നിന്റെ മരണത്തിന് ശേഷവും നിലയ്ക്കാത്ത സ്നേഹപ്രവാഹത്തെ കുത്തി തുറന്നപ്പോ, കർത്താവേ, ഞങ്ങൾ കണ്ടതൊക്കെയും സ്നേഹമാണ്, ഞങ്ങൾ കണ്ടതൊക്കെയും സ്നേഹമാണ്. ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു, ഞങ്ങൾ കേൾക്കുകയായിരുന്നു. അന്ന് കാൽവരിയിൽ കുത്തി തുറക്കപ്പെട്ട സ്നേഹത്തിൻ്റെ തിരുവിലാവ് ഓരോ കുർബാനയിലും ഞങ്ങൾക്ക് വേണ്ടി പുതിയതായി കുത്തി തുറക്കപ്പെടുന്നുണ്ടെന്നും, കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ മേൽ ആ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്ത്ത്, കൃപയുടെ കരുണയുടെ മഴ പെയ്ത്ത് ഓരോ ദിവസവും പെയ്തിറങ്ങുന്നുണ്ടെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, കുർബാനയർപ്പിക്കുന്ന, കുർബാനയിൽ നിന്റെ കുരിശു കണ്ട, ആ കുരിശിൽ നിന്റെ സ്നേഹം കണ്ട നിന്റെ മക്കൾ നിന്റെ പീഡാസഹനത്തെ, കുരിശുമരണത്തെ, പരിശുദ്ധ കുർബാനയെ ധ്യാനിച്ച് ചോദിക്കേണ്ട ചോദ്യമാണ്: പകരമെന്ത് നൽകും ഞാനിനി? പകരമെന്ത് നൽകും ഞാനിനി? ഈശോയെ, ഞങ്ങളുടെ ജീവിതം കുർബാനയാകട്ടെ, ഞങ്ങളുടെ ജീവിതം സമർപ്പണമാകട്ടെ. ഞങ്ങളുടെ വാക്കിൽ, പ്രവൃത്തിയിൽ, ഞങ്ങളുടെ നിലപാടുകളിൽ, ഇടപെടലുകളിൽ കുർബാന തുടരട്ടെ. ഈശോയെ, ദിവസത്തിൻ്റെ 1 മണിക്കൂറിൽ അർപ്പിക്കേണ്ട ഒന്നല്ല പരിശുദ്ധ കുർബാനയെന്ന്, ദിവസം മുഴുവൻ വാക്കും പ്രവൃത്തിയും കൊണ്ട് അർപ്പിക്കേണ്ടതാണ് പരിശുദ്ധ കുർബാനയെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. പകരം എന്ത് നൽകും ഞാനിനി? ഈശോയെ, ഞങ്ങളുടെ ജീവിതം നിനക്കായി സമർപ്പിക്കാമെന്ന് ദൈവജനം ഒരുമിച്ച് ഏറ്റുചൊല്ലി പാടി പ്രാർത്ഥിച്ച് നിന്റെ ആശീർവാദത്തിനായി ഞങ്ങൾ ശിരസ് നമിക്കട്ടെ. പകരം എന്തു നൽകും ഞാനിനി, എൻ ജീവിതം നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, എൻ ജീവിതം നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, എൻ ജീവിതം നൽകുന്നു നാഥനേ. എൻ ജീവിതം നൽകുന്നു നാഥനേ.